ചേർത്തല കുന്നത്ത് ശ്രീരാമ ഹനുമൽ ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞവും ഉത്സവവും ഏപ്രിൽ 1 തുടങ്ങും. ചേർത്തല കൊക്കോതമംഗലം കുന്നത്ത് ശ്രീരാമ ഹനുമൽ ക്ഷേത്രത്തിലെ സപ്താഹ യജ്ഞവും ഹനുമൽ ജയന്തി ഉത്സവവും ഏപ്രിൽ 1 തുടങ്ങും. ഏപ്രിൽ 1 വൈകുന്നേരം 6:30 കാളികുളം വേണുഗോപാല ക്ഷേത്രത്തിൽ നിന്ന് വിഗ്രഹഘോഷയാത്ര ക്ഷേത്രത്തിലെത്തും. ബ്രഹ്മശ്രീ ജയ തുളസീധരൻ തന്ത്രികൾ സപ്താഹയജ്ഞത്തിന് ദീപം തെളിക്കും. ഹനുമൽ ജയന്തി ഉത്സവ ദിനമായ 12 രാവിലെ 8 മണിക്ക് കളഭാഭിഷേകം, പകൽ 1 മഹാപ്രസാദം മൂട്ട്, രാത്രി 8 നാടകം എന്നിവ നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ദേവസ്വം പ്രസിഡന്റ് EP അനിൽകുമാർ ഇല്ലത്തിച്ചിറയിൽ, സെക്രട്ടറി MR അനിരുദ്ധൻ, അനീഷ് ഭവനം, ഖജാൻജി NK രാജൻ കാർത്തിക, കൺവീനർ S സതീശൻ കുന്നത്ത് എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. അഭ്യഷ്ടവരദായകനും താത്വിക ബ്രഹ്മചാരിയും ചിരഞ്ജീവിയുമായ സാക്ഷാൽ ആഞ്ജനേയ ഭഗവാൻ പ്രധാന ശ്രീകോവിൽ കുടികൊള്ളുന്ന കൊക്കോതമംഗലം കുന്നത്ത് ശ്രീരാമ ഹനുമൽ ക്ഷേത്രത്തിലെ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞവും ഹനുമൽ ജയന്തിയും തിരുവുത്സവവും 2025 ഏപ്രിൽ 1 വൈകിട്ട് 6:30 ക്ഷേത്രാങ്കണത്തിലെ യജ്ഞശാലയിൽ ഭദ്രദീപ പ്രകാശനത്തോടുകൂടി സമാരംഭിക്കുന്നു. തുടർന്ന് ഏപ്രിൽ 8 വരെ സപ്താഹ യജ്ഞവും 9, 10, 11, 12 തീയതികളിൽ തിരുവുത്സവവും ഹനുമൽ ജയന്തിയും നടത്തപ്പെടുന്നു. ഏപ്രിൽ 12 ശനിയാഴ്ച ചിത്ര പൗർണമി, സാക്ഷാൽ ഹനുമൽ സ്വാമിയുടെ പിറന്നാൾ ദിനം. അന്നേ ദിവസം അത്യപൂർവമായ തിരക്കാണ് ക്ഷേത്രത്തിൽ അനുഭവപ്പെടുന്നത്. ഇതിനു മുന്നോടിയായി എല്ലാ ഒരുക്കങ്ങളും ദേവസ്വം ക്ഷേത്രത്തിൽ ക്രമീകരിച്ചിട്ടുണ്ട്. കരപ്പുറത്തെ ഏക ഹനുമൽ സ്വാമി പ്രതിഷ്ഠയുള്ള അത്യപൂർവ ക്ഷേത്രമാണ് കൊക്കോതമംഗലം കുന്നത്ത് ശ്രീരാമ ഹനുമൽ ക്ഷേത്രം. ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകളായ വടമാല, വെറ്റിലമാല, അവൽ നിവേദ്യം, കദളിപ്പഴ നിവേദ്യം, പഴവർഗ്ഗ നിവേദ്യം തുടങ്ങിയവ വളരെ പ്രസിദ്ധമാണ്. ആഞ്ജനേയ സ്വാമിയുടെ കൃപാകടാക്ഷത്തിനായി എല്ലാ മലയാള മാസവും ആദ്യ ഞായറാഴ്ച തോറും ഹനുമൽ പൂജ, ഉദ്ദിഷ്ടകാര്യ സിദ്ധി പൂജ നടത്തപ്പെടുന്നു. വിദേശഗമനം, ജോലി ലഭിക്കുന്നതിന്, കുടുംബ ഐശ്വര്യത്തിന്, ദുരിതങ്ങളിൽ നിന്നും മോചനത്തിന് ഇതിനൊക്കെയാണ് ഭക്തഹനുമൽ പൂജ നടത്തപ്പെടുന്നത്. പൂജയിൽ പങ്കെടുക്കുമ്പോൾ നിർബന്ധമായും 3 ദിവസത്തെ മാനസികവും ശാരീരികവുമായ നോയമ്പെടുക്കേണ്ടതാണ്. പ്രധാന ശ്രീകോവിലുള്ള ഹനുമൽ സ്വാമിക്ക് പഴവർഗ്ഗങ്ങൾ സമർപ്പിച്ചും, മഹാവിഷ്ണുവിന് കദളിപ്പഴം പഞ്ചസാര സമർപ്പിച്ചും, ഭദ്രകാളി ദേവിക്ക് പറപൊടി ശർക്കര അർപ്പിച്ചുമാണ് പൂജയിൽ ഇരിക്കേണ്ടത്. ഇതിനാവശ്യമായ എല്ലാ വിഭവങ്ങളും ക്ഷേത്ര കൗണ്ടറിൽ സജ്ജമാണ്. ഭക്ത ഹനുമൽ പൂജയിൽ മനസ്സറിഞ്ഞ് പങ്കെടുത്ത് അനുഭവം അറിഞ്ഞ 100 കണക്കിന് ഭക്തന്മാരാണ് സ്വാമിയുടെ തിരുനടയിൽ വിഭവങ്ങൾ അർപ്പിച്ച് ഭഗവാനെ പ്രാർത്ഥിക്കുന്നത്. തുടർന്ന് ക്ഷേത്രത്തിൽ നടക്കുന്ന സപ്താഹയജ്ഞത്തിലും ബ്രഹ്മശ്രീ മുരളീധരൻ നമ്പൂതിരി പുല്ലയിലും മുഖ്യ കാർമ്മികത്വത്തിൽ ഉത്സവ ദിനങ്ങളിൽ ക്ഷേത്രത്തിൽ നടക്കുന്ന ഭക്തിനിർഭരമായ ചടങ്ങുകളിലും 12 ദിവസങ്ങളിൽ നടത്തപ്പെടുന്ന മഹാപ്രസാദ ഊട്ടിലും വിവിധ കലാപരിപാടികൾ കണ്ട് ആസ്വദിക്കുന്നതിനും കുന്നത്ത് ശ്രീരാമകൃഷ്ണ സ്വാമിയുടെ അനുഗ്രഹത്തിനുമായി മുഴുവൻ ഭക്തജനങ്ങളെയും ക്ഷേത്രാങ്കണത്തിലേക്ക് ഭക്തിയാദരപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു, ക്ഷണിച്ചുകൊള്ളുന്നു.